ഭാര്യ ഭർത്താവിനെ പിരിക്കാൻ, കച്ചവടക്കാരൻ അടുത്ത് വന്ന് കച്ചവടം തുടങ്ങിയാൽ അവനെ ഓടിക്കാൻ വേണ്ടി അവൻ പോകുന്നത് ഏതെങ്കിലും മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളിലേക്ക്. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരന് എന്ന് പറയപ്പെടുന്നവർ, ഞാൻ അങ്ങനെ പറയുള്ളൂ, അതിൽ തങ്ങളാണ് എന്ന് വാദിക്കുന്നവരുണ്ടാകാം, ഞാൻ ഉസ്താദാണെന്ന് വാദിക്കാം, ഔലിയ പാപ്പയെന്ന് വാദിക്കുന്നവരുണ്ടാകാം. ചെയ്യുന്നത് സിഹറിന്റെ പണി. എങ്ങനെ ഓടിക്കാൻ, പിശാചിനെ ആവാഹിക്കാൻ. അവിടെ കൊണ്ടിട്ടാൽ മതി. ഭാര്യ ഭർത്താക്കന്മാരെ പിണക്ക, ജോലി ചെയ്യുന്ന മനുഷ്യനെ അസുഖമുള്ളവനായി കിടത്തി സർവ്വ ആശുപത്രി കയറിറങ്ങാൻ ഡോക്ടർമാർക്ക് തിരിയൂല എന്താ അസുഖമെന്ന്. തളർത്തി കിടത്തുക. സ്വന്തം അമ്മായിമ്മ വ്യഭിചരിച്ചത് കണ്ണുകൊണ്ട് കണ്ടതിന്റെ പേരിൽ സ്വന്തം മരുമോളെ മയ്യത്ത് പോലെ സിഹർ ചെയ്തുകൊണ്ട് കിടത്തിയ ഒരു ഉമ്മണ്ട്. അവള് മിണ്ടാൻ പറ്റണില്ല, പെണ്ണിന് സംസാരിക്കാൻ പറ്റണില്ല, മെലിഞ്ഞു മെലിഞ്ഞു ഉണങ്ങി ജീവനുണ്ട് തടിയിൽ, ഒരു ചികിത്സയും വലിക്കണില്ല. എന്തേ അമ്മായിമ്മ അവള് മുണ്ടരുത്, അതിനെ പറ്റി പണി ചെയ്തോളൂ, എത്ര പൈസ ഞാൻ തരാം. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. സ്വന്തം ഖബറാണുങ്ങളെ തീയാക്കി മാറ്റുന്നത് ഉമ്മമാരെ. എന്നോട് ഉമ്മമാരെ ഞാൻ പറയുന്നറിയോ, സിഹർ ചെയ്യുന്ന പെണ്ണുങ്ങൾ, നഫ്സുകൾ എന്ന് ഖുർആൻ പറഞ്ഞത്. പെണ്ണുങ്ങൾക്ക് ഇതിന് കുറച്ച് ടെൻഡൻസി കൂടുതലാ. ഞാൻ കാണിച്ചു തരാം. മുപ്പത്തിരി വിചാരിക്കും മുപ്പത്തേറെ കറാമത്തായി നടക്കുന്നത് പച്ച സിഹർ ചെയ്തിട്ട്. അള്ളാനെ പേടിച്ചു. നിങ്ങൾ ഇവിടെ ജയിച്ചേക്കും. നിങ്ങളുടെ ശത്രുവിനെ തകർക്കാൻ നിനക്ക് പറ്റിയേക്കും. നിങ്ങളുടെ അയൽവാസിയായ ചെറുക്കൻ ജോലി നഷ്ടപ്പെട്ട് ഖുറൂജടിപ്പിച്ച് മലർക്ക് സർവ്വം നഷ്ടപ്പെട്ട് അവന്റെ സർവ്വസമ്പത്തും ഇരിക്കക്കൂരയും വിറ്റ് തെരുവിലടങ്ങി പിച്ചതണ്ടി നടക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ അവരെ സിഹർ കൊണ്ട് ഉപദ്രവിക്കുന്നുണ്ടാകാം. അത് നിങ്ങൾക്ക് വിജയിച്ചിട്ടുമുണ്ടാകാം. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ റബ്ബ് പൊരിച്ചു. ശരിക്കും മനസ്സിലാക്കി. സിഹർ സത്യമാണ്, അത് അന്ധവിശ്വാസമൊന്നുമല്ല. ഇന്ന സിഹറ ഹഖ്ഖുൻ, ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്ത വിഷയമല്ലേ അത്. സിഹർ സത്യമാണ്, അത് നിഷേധിക്കാൻ നിൽക്കണ്ട. അത് നിഷേധിക്കുന്ന ചില ആൾക്കാർ ലൈവിൽ കമന്റിലൊക്കെ വരും, ചിലപ്പോ തിരിയാത്തതുകൊണ്ടാണ്. അത്രേ പറയും. ഇത് ചെയ്യാൻ 1000-2000 രൂപ മതി. തീർക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. കയറിയിറങ്ങി പടിയിറങ്ങി എവിടെയാ പഠിച്ചവൻ, ആരെടുത്തിട്ടാ പോവാ, മാറുന്നില്ല, അസുഖം മാറുന്നില്ല, വീടിൽ പ്രശ്നങ്ങളാണ്, വെറുതെ അടിപിടിയാണ്. സ്വന്തം മകളും സ്വന്തം മകനും ഭാര്യയും തമ്മിൽ പിരിയണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട്. എല്ലാ ഉമ്മമാരെയും കുറ്റപ്പെടുന്ന ഒരു ഉമ്മയും വേദനിക്കല്ലേ. ഇതുപോലെ ദുഷ്ട മനസ്സുള്ള ഉമ്മമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മകന് ഓളെ വെറുക്കണം, സിഹർ ചെയ്യാ. പിന്നെ അവന്റെ ഒരു സുപ്രഭാതം പറയാം, എനിക്ക് നിന്നെ വേണ്ട, നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തിന്? കാരണം പറയും. ഒരു കാരണമില്ല. ഇത്തരം ചെയ്ത ആളുകൾ ആരെയാണോ ഉപദ്രവിച്ചത് അവരോട് ചെന്ന് പൊരുത്തപ്പിടിച്ചോളൂ. അത്ര വലിയ ദുൽമ നിങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു തൗബ ചെയ്ത് മടങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ